ഈ കാസറോൾ എന്താണെന്ന് അറിയോ? നമ്മുടെ എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു റെസിപ്പിയാണ്. പക്ഷെ ഓരോരുത്തരും ഉണ്ടാക്കുന്ന രീതി വളരെ ഡിഫറെൻ്റ് ആണ്. ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ എൻ്റെ ചപ്പാത്തിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണണം. കേട്ടോ, നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഏകദേശം നമുക്ക് 2 കപ്പ് ചപ്പാത്തി പൊടി, ഗോതമ്പ് പൊടി, ചപ്പാത്തി പൊടി, ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം വേണം. ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ഞാൻ ഉപ്പൊന്നും ചേർക്കാറില്ല. എണ്ണ തന്നെ ഞാൻ ചിലപ്പോഴേ ചേർക്കാറുള്ളൂ കേട്ടോ, വല്ലപ്പോഴും ഞാൻ ചേർക്കാറുള്ളൂ, ചിലപ്പോൾ തോന്നിയാൽ മാത്രം. ഇല്ലെങ്കിൽ ഞാൻ എണ്ണയും ആക്ച്വലി ആഡ് ചെയ്യാറില്ല. വെറും വെള്ളം മാത്രം കുഴച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വരട്ടെ. ഇതിൽ ഈ ഒരു കപ്പിൽ തന്നെ എടുത്തിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല അളവ് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇതാ വെള്ളം മുഴുവൻ താഴെ പോയിക്കൊണ്ടിരിക്കണം. ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഓക്കെ, ആദ്യം എല്ലാം ഒന്ന് നനഞ്ഞ് വരണം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് കുഴയ്ക്കാൻ തുടങ്ങാം കേട്ടോ. ഇപ്പോൾ പരുവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേജിലാണ് നമ്മുടെ മാവ് ഇരിക്കുന്നത്. കണ്ടോ, ഇത് ഞാൻ ഇനി നന്നായിട്ട് കുഴച്ചെടുക്കാൻ പോവുകയാണ്. വെള്ളം മതിയാവും. തൊട്ട് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതുകൂടെ ഒഴിച്ചു കൊടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരും. ഒരു 1.5 ടേബിൾ സ്പൂൺ ബാക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുഴച്ച് തുടങ്ങുമ്പോൾ ഒരുപാട് ഡ്രൈ ആവുകയാണെങ്കിൽ മാത്രമേ ഞാൻ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു പരുവത്തിൽ ഞാൻ വെള്ളം നിർത്തുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ എണ്ണയൊന്നും ആഡ് ചെയ്തിട്ടില്ല. ആഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 ടീസ്പൂൺ കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും വെളിച്ചെണ്ണയാണ് പ്രിഫർ ചെയ്യുന്നത്. സോ ആഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കും. കുഴച്ച് എടുക്കാൻ പോവുകയാണ്. നമ്മുടെ കയ്യിലെ മാവ് ഇപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കണം, അതാണ് നമ്മുടെ പാകം. ഓക്കെ, നല്ല ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന പരുവാകും. ഇപ്പം ഞാൻ ചപ്പാത്തി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കൈയും ക്ലീനായി. ഇനി ഞാൻ ഇതൊന്ന് കുറച്ച് നേരം അടച്ച് വയ്ക്കാൻ പോവുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാം. ഇനി നമുക്ക് ചപ്പാത്തി പരത്താൻ തുടങ്ങാം. ഞാൻ ഓൾറെഡി കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ആ റെസിപ്പി വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചപ്പാത്തി കല്ല് വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ചില സമയത്ത് ചപ്പാത്തി കല്ല് വയ്ക്കും. ഇല്ലെങ്കിൽ നമ്മുടെ സ്ലാബ് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയ ശേഷം നമുക്കിത് ഇവിടെ തന്നെ പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ മാവ് കുഴച്ചത് അടച്ച് വെച്ചിരിക്കുകയായിരുന്നില്ലേ, അപ്പം അത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞു ബോൾസ് എടുത്തിട്ട്, കണ്ടോ നല്ല സോഫ്റ്റ് മാവാണ്. ആ റിലാക്സ് ആയിരുന്നപ്പോൾ കണ്ടുമല്ലോ എത്ര അളവ് വേണം എന്നുള്ളതൊക്കെ, ചെറു വേണോ വലുത് വേണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ കുറച്ച് ചെറിയ ചപ്പാത്തിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നെടുത്തു, കയ്യിൽ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചു, ഒന്ന് പരത്തി, ഒന്ന് കയ്യിൽ തന്നെ ഒന്ന് പരത്തിക്കോളൂ. ഇവിടെ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട്. അത് 2 ഭാഗത്തും ആക്കി കൊടുക്കുക. പറ്റാവുന്ന പോലെ വട്ടത്തിൽ പരത്തിയെടുക്കുക. എനിക്ക് ഇത് ഫസ്റ്റ് ചപ്പാത്തിയാണ്, അപ്പം ഇങ്ങനെ വരും എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഒട്ടൊന്നും തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ അഥവാ നിങ്ങൾക്ക് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് വല്ല പ്ലേറ്റിൻ്റെ അടപ്പോ, പ്ലേറ്റ് വെച്ചിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിൻ്റെ അടപ്പോ, കുറച്ച് വലിയ പാത്രത്തിൻ്റെ അടപ്പോ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. പരത്തുന്ന സമയത്ത് ഓരോ ഭാഗം
എവിടെയാണോ ഷേപ്പ് കുറവ് തോന്നുന്നത് അവിടേക്ക് നോക്കി പരത്തിയാൽ മതി, അവിടെ ഫോക്കസ് ചെയ്തിട്ട് പരത്തിയാൽ മതി. പിന്നെ നമുക്കിങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് എവിടെയാണ് കട്ടി കൂടുതൽ എവിടെയാണ് കട്ടി കുറവ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പം അതിനനുസരിച്ച് നമുക്ക് പരത്തി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചപ്പാത്തി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലും ഒരുപാട് തിന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൊങ്ങി വരില്ല. എനിക്ക് പൊങ്ങി വന്നാലേ ചപ്പാത്തിയേ ഉള്ളൂ. സോ ഈ ഒരു സ്റ്റേജിൽ ഞാൻ നിരത്തുകയാണ്. നമുക്ക് കല്ല് ചൂടാക്കിയിട്ട് ഇത് പൊങ്ങും എന്നുള്ളത് എനിക്കറിയില്ല, എന്നാലും പൊങ്ങും എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് കല്ല് ചൂടാക്കാൻ വയ്ക്കാം, ചപ്പാത്തിക്കല്ല്. ഇനി അടുപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഏറ്റവും ലോ ഫ്ലെയിമാണ്. ഇത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ച്. ഇത് മീഡിയം ഫ്ലെയിമിലാണെന്നല്ല, ഇത് മീഡിയം ഫ്ലെയിമാണ്. ഇത് ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, കല്ല് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറിയ ചെറിയ ബബിൾസ് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, കണ്ടോ ചെറിയ ചെറിയ ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒന്ന് തിരിച്ചിടാൻ പോവാണ്. ഈ സൈഡിൽ കുറച്ചുകൂടെ വലിയ ബബിൾസ് വന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റൗ കത്തിക്കാം. കാരണം ഇനി ഞാൻ ഡയറക്റ്റായിട്ട് ഈ സ്റ്റൗവിലേക്ക്, അതായത് അടുപ്പിലേക്ക് ഇടാൻ പോവുകയാണ്. കാസറോളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആയോടനെ നമുക്ക് ഡയറക്റ്റായിട്ട് കാസറോളിലേക്ക് ഇട്ട് അടച്ച് വയ്ക്കാം. ഇനിയാണ് ഞാൻ വേണമെങ്കിൽ നെയ്യോ വെണ്ണയോ വല്ലതും ആഡ് ചെയ്യുകയാണെങ്കിൽ കാസറോളിൽ ഇട്ട ശേഷമാണ് ഞാൻ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ വലിയ വലിയ ബബിൾസ് വരാൻ തുടങ്ങിയോ? അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഭാഗം ഒന്ന് ഇവിടെ ഒന്ന് കുക്കാവട്ടെ. അതിനുശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് ഈ അടുപ്പിൽ ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിം അടുപ്പാണ്. അതിൽ ഞാൻ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. കണ്ടോ വലിയ വലിയ പൊള്ളം വരാൻ തുടങ്ങി. ഞാൻ ഇത് എടുക്കുകയാണ്. ഇത് തീ കുറയ്ക്കാൻ പോവാണ്. ഇവിടുത്തെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി ഇട്ട് കൊടുത്തു. കണ്ടോ പൊങ്ങാൻ ചെറിയൊരോട്ടം വന്നു. നമുക്ക് അടുത്തത് ശരിയാക്കാം. ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡി. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ചപ്പാത്തി ആയിട്ടുണ്ട്. പൊങ്ങിയില്ല, അങ്ങനെ ബോൾ മാതിരി വന്നില്ല. നമുക്ക് അടുത്ത ചപ്പാത്തി പരീക്ഷിച്ച് നോക്കാം. ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ആദ്യത്തെ ചപ്പാത്തി എപ്പോഴും ട്രിക്കി ആയിരിക്കും. രണ്ടാമത് തൊട്ടിട്ട് ശരിയായിക്കോളും. കണ്ടോ നമ്മുടെ പൊള്ളമായിട്ട് വന്ന ചപ്പാത്തി. ഇതേപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ കണ്ടല്ലോ, അതിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ടില്ല, ഉപ്പ് ഇട്ടിട്ടില്ല. അല്ലാതെയാണ് നമുക്ക് സുഖമായിട്ടുള്ള ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ ഞാൻ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരമായി ഉണ്ടാക്കിയിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം എത്ര സോഫ്റ്റാണ് എന്നുള്ളത്. എനിക്ക് 2 ചെറിയ ചപ്പാത്തി ഉണ്ടോ ഉണ്ടാക്കിയത്. കണ്ടോ, നമുക്കിങ്ങനെ 2 ലെയറായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. ആദ്യത്തെ ചപ്പാത്തി മാത്രമേ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നുള്ളൂ. പിന്നെയൊക്കെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടി. കണ്ടോ, നമുക്ക് 2 ലെയറായിട്ട് ഇങ്ങനെ കിട്ടുന്നത് കാണുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചപ്പാത്തി എപ്പോഴും ഉണ്ടാക്കുന്നത്. എനിക്ക് അങ്ങനെ ഹോട്ടലിൽ കിട്ടുന്ന ചപ്പാത്തിയുടെ ടേസ്റ്റ് ആക്ച്വലി എനിക്ക് ഇഷ്ടമേ അല്ല. കുറേ എണ്ണയും ഒക്കെ ആയിട്ടുള്ളത്. അതും ഇനി ഡാൽഡ ചേർക്കുന്നുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. അതാണ് എൻ്റെ കോൺസെപ്റ്റ്. സോ ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.